പെൻഷൻ തന്നത് ജനങ്ങളുടെ പിണറായി വിജയനല്ലേ? അപ്പോൾ വോട്ടും പിണറായിയുടെ പാർട്ടിക്കായിരിക്കുമല്ലേ? സ്വകാര്യ യൂട്യൂബ് ചാനലിന്റെ അഭിപ്രായ സർവേയിൽ ഒരു സ്ത്രീയോടായിരുന്നു ഈ ചോദ്യം. ഉടനടി ഒരു പിണറായി സ്തുതി പ്രതീക്ഷിക്കുകയായിരുന്നു സഖാക്കന്മാർ. എന്നാൽ വീട്ടമ്മയുടെ മറുപടി കേട്ട് സഖാക്കന്മാരുടെ കിളിപോയി. പെൻഷൻ തരുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ തറവാട്ടിൽ നിന്നല്ലെന്നും അത് ജനങ്ങളുടെ നികുതിപ്പണം എടുത്തിട്ടാണ് നൽകുന്നതെന്നും വീട്ടമ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ നൽകുന്നുവെന്ന് കാണിച്ച് വോട്ട് തരണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നും വീട്ടമ്മ ചോദിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ സഖാക്കന്മാർക്കും LDF പ്രവർത്തകർക്കും അധികാരമില്ലെന്ന് മുഖത്തടിച്ച പോലെ തന്നെ വീട്ടമ്മ പറയുന്നുണ്ട്. ഇത് ഇടതുപക്ഷത്തിന് ഒരു പാഠമാണ്. കാരണം കിറ്റ് നൽകി വോട്ട് പിടിച്ച പോലെ പെൻഷൻ നൽകി ഭരണം പിടിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ നാട്. ഇതിന്റെ തെളിവാണ് ഈ വീട്ടമ്മയുടെ പരാമർശം. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റതിനു പിന്നാലെ പാർട്ടിക്കാരുടെ മനസ്സിലിരിപ്പ് ഇടുക്കിയിൽ നിന്നുള്ള സഖാവ് MM മണി തുറന്നു പറഞ്ഞിരുന്നു. കാശ് വാങ്ങി നക്കിയിട്ട് ഞങ്ങളെ ചതിക്കുമെന്നായിരുന്നു മണിയാശാന്റെ പരാമർശം. അതിന്റെ ബാക്കിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം ഇരുട്ടടി നൽകുമെന്ന് CPM ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് പെൻഷന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ പ്രവർത്തകർ വ്യാപകമായി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പണത്തിന്റെ ചെറിയ ശതമാനം അവർക്ക് തന്നെ നൽകിയിട്ട് ഇത് ഞങ്ങളുടെ ഔദാര്യമാണെന്ന് പറയുന്ന പിണറായി വിജയൻ അനുഭാവികളുടെ കർണത്തിനേറ്റ അടിയാണ് മുകളിൽ പറഞ്ഞ സ്ത്രീയുടെ പരാമർശമെന്നും കാണാൻ സാധിക്കും. ആ വീഡിയോയിലേക്ക് പോകാം. പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞ് പെൻഷൻ തന്നെന്ന് പറഞ്ഞ് പെൻഷൻ ആരുടെയാ? ഞങ്ങളുടെ നികുതിപ്പണമാ പെൻഷൻ തരുന്നത്. പെൻഷൻ തരുന്ന ജനങ്ങളുടെ നികുതിപ്പണമാ. പിണറായിയുടെ ഖജനാവിൽ എടുത്തു തരുന്നത്, പിണറായിയുടെ വീട്ടിൽ നിന്നല്ല. അത് മനസ്സിലാക്കണം. ഞങ്ങളുടെ ഓരോ ജനങ്ങളുടെയും നികുതി പണമാണ് പെൻഷൻ തരുന്നത്. അത് മനസ്സിലാക്കണം. പിണറായി സാറിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതാണോ? അല്ല. ഏതെങ്കിലും നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് തരുന്നതാണോ? അല്ല. ഓരോ വ്യക്തികളും, ഞാനും നികുതി കൊടുക്കുന്നതാ, നിങ്ങളും നികുതി കൊടുക്കുന്ന ആ പൈസ കൊണ്ടാണ് നമുക്ക് പെൻഷൻ തരുന്നത്. അല്ലാതെ ആരുടെയും പൈസയല്ല. അത് മനസ്സിലാക്കണം. മനസ്സിലായോ? ഓരോ ഭരണന്മാര് വരുമ്പോഴത്തേക്ക് ഓരോരുത്തര് പൈസ കൊടുക്കുന്നത് ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തല്ല കൊടുക്കുന്നത്. ഞാൻ ഏത് പാർട്ടിയാണെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് എനിക്ക് ഒരാളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഏത് പാർട്ടിയായിരുന്നു എന്നുള്ളത് ഞാൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. LDF ഭരിച്ച് ഇത്രയും ആയി. ഇനി എല്ലാ UDF ഭരിച്ചിട്ടുണ്ട്. BJP ഭരണത്തിൽ വരട്ടെ. BJP ഭരണത്തിൽ വരുമ്പോ അവരുടെ ഭരണം എങ്ങനെയാണ് അവര് ഭരണം കാഴ്ചവെക്കുന്നതെന്ന് കണ്ടിട്ട് വേണം തുടർ ഭരണം അവർക്ക് കൊടുക്കാൻ. അവര് നല്ല ഭരണമാണെങ്കിൽ അവർക്ക് തന്നെ വീണ്ടും ഭരണം കൊടുക്കും. അതല്ല അവരും LDF-നെയും UDF-നെയും പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മാറ്റി ചിന്തിക്കേണ്ടി വരും ജനങ്ങളെല്ലാം.